जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय ശ്രീല പ്രഭുപാദിന്റെ ലീലാമൃതം എന്ന് വായിച്ചൊരു കാര്യമാണ്. പ്രഭുപാദ് ബോംബെയിൽ നിന്ന് നേരെ അലഹബാദിലേക്ക് പോവായിരുന്നു കുംഭമേളയ്ക്ക്. അപ്പം പ്രഭുപാദ് ഒരു സെപ്പറേറ്റ് ബോഗി റെയിൽവേ ഗവൺമെന്റ് കൊടുത്തു. അപ്പം അതിൽ ഹരിശൗരി പ്രഭു ഉണ്ട്, ജഗദീശ്വരദാസ് പ്രഭു ഉണ്ട്, പിന്നെ രാമേശ്വര പ്രഭു, ഇവർ 3 പേരും ഉണ്ട് പ്രഭുപാദിന്റെ ആ ബോഗിയിൽ. പിന്നെ മറ്റ് ഡിവോട്ടീസ് വേറെ ഇതിലും ഉണ്ട്. അപ്പം അങ്ങനെ പ്രഭുപാദ് പോകുമ്പം പ്രഭുപാദ് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അതിൽ ഒരു കാര്യം രാമേശ്വര പ്രഭു ചോദിച്ചത്, ഈ പ്രസ്ഥാനം വളരെ വലുതായി കഴിയുമ്പം എല്ലാവരും കൃഷ്ണാബോധസ്ഥരാകും, ഈശ്വരാബോധസ്ഥരാകും എന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. അപ്പം അതെങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പം എല്ലാ ജനങ്ങളും അങ്ങനെ ആകുമോ എന്നുള്ള ചോദിച്ചു. അപ്പം പ്രഭുപാദ് പറഞ്ഞു, ഒരു മൈനോറിറ്റി ആൾക്കാർ ലീഡേഴ്സ് ആയാൽ തന്നെ എല്ലാവരും അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആകും എന്ന് പറഞ്ഞു. അപ്പം രാമേശ്വര സ്വാമി ചോദിച്ചു, റഷ്യ പോലെയാണോ? റഷ്യയിൽ കുറച്ച് ആൾക്കാർ നിൽക്കും, അവർ ബാക്കി എല്ലാവരെയും നിയന്ത്രിക്കും, അങ്ങനെയാണോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെയല്ല എന്ന് ശ്രീല പ്രഭുപാദ് പറഞ്ഞു. ശ്രീല പ്രഭുപാദ് പറഞ്ഞത്, ഒരു കുറച്ച് പേര് ഹയറായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കാണിക്കുമ്പോൾ ബാക്കിയുള്ളവർ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആകും എന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ അവർക്ക് എല്ലാവരെയും ലീഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഉദാഹരണത്തിന് ശ്രീല പ്രഭുപാദ് പറഞ്ഞ, അങ്ങനെ കുറച്ച് ലീഡേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഫാക്ടറിയിലൊക്കെ നാമജപം ഓർഗനൈസ് ചെയ്യാൻ പറ്റും, അവർക്കെല്ലാം പ്രസാദം കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ആ ഒരു കുറച്ച് പേര് മതി ബാക്കി എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ എന്നിങ്ങനെ ശ്രീല പ്രഭുപാദ് പറഞ്ഞു കൊടുത്തു. പക്ഷെ അത് ഇപ്പം പ്രായോഗികമായ കാര്യമല്ല. പക്ഷെ ഭാവിയിലേക്ക് എങ്ങനെയാണ് ഒരു കൃഷ്ണബോധം അല്ലെങ്കിൽ ഈശ്വരാബോധം ലോകമെമ്പാടും നയിക്കുന്നത് എന്ന് പ്രഭുപാദ് കാണിച്ചു തന്നു. കുറച്ച് പേര് നല്ല സ്ട്രോങ് ആയിട്ട് സിൻസിയറായിട്ട് മതി, അതിൻ്റെ ഇൻഫ്ലുവൻസിൽ ലോകമെമ്പാടും ഇതായി മാറും എന്ന് ശ്രീല പ്രഭുപാദ് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് പ്രഭുപാദ് ബോംബെയിൽ നിന്ന് ഇറങ്ങിയത് രാവിലെയാണ്. പക്ഷെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടല്ല ഇറങ്ങിയത്. പക്ഷെ 4 മണിക്കൂറോളം പ്രഭുപാദ് സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഉച്ചയ്ക്കായ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഉച്ചയായപ്പോഴത്തേന് ഹരിശൗരി പ്രഭു, അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെർവന്റ്, അദ്ദേഹം പ്രസാദം എടുത്തുകൊണ്ട് വന്നു. പ്രസാദം കൊണ്ടുവന്നപ്പോഴത്തേന് ബാക്കി ഡിവോട്ടീസൊക്കെ ആ കുപ്പേന്ന് മാറിപ്പോയി, പ്രഭുപാദ് മാത്രമായിട്ട്. അപ്പം അതിന്റെ ഹരിശൗരി പ്രഭു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രഭുപാദ് എവിടെ ട്രാവൽ ചെയ്യുമ്പോഴും 2 ഷോൾഡർ ബാഗാണ് കൊണ്ടുവന്നത്. ആ ഒരു ഷോൾഡർ ബാഗിൽ 3 ദിവസം ചേഞ്ച് ചെയ്യാനുള്ള 3 ഡ്രസ്സുകൾ കൊണ്ടുപോകും ഒരു ഷോൾഡർ ബാഗിൽ. മറ്റൊരു ഷോൾഡർ ബാഗിൽ പ്രഭുപാദിന്റെ ഈ പാത്രം, സ്പൂണ്, ഗ്ലാസ്, പിന്നെ ഒരു തിലകവും ഒരു കണ്ണാടി, ഇത്ര മാത്രമാണ്. ഈ 2 ഷോൾഡർ ബാഗ് വെച്ചിട്ടാണ് പ്രഭുപാദ് എല്ലായിടത്തും സഞ്ചരിക്കുന്നതെന്ന് പറയുന്നത്. അല്ലാതെ സരസ്വതി മഹാരാജ് അതിൻ്റെ ഒരു സാക്ഷാത്കാരം പറയുന്നത്, പ്രഭുപാദിന് ഒരുപാട് ധനം വരുന്നുണ്ട്, പക്ഷെ അതൊന്നും അദ്ദേഹം തൻ്റേതെന്ന് വെച്ച് സ്വീകരിക്കുന്നില്ല. അദ്ദേഹത്തിന് ഒരുപാട് ക്ഷേത്രങ്ങളും ഒരുപാട് പല പല കാര്യങ്ങളും ഉണ്ട്, പക്ഷെ അതൊന്നും അദ്ദേഹം തൻ്റെ പേരിൽ എടുക്കുന്നില്ല. എല്ലാം പ്രസ്ഥാനത്തിന്റെ പേരിലാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അദ്ദേഹം ഇത്രയും ഇതൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം എവിടെ ട്രാവൽ ചെയ്യുമ്പോഴും ഈ 2 ഷോൾഡർ ബാഗിലുള്ള സാധനങ്ങൾ മാത്രമായിട്ടാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് പറയുന്നത്. അദ്ദേഹം തന്റെ സാക്ഷാത്കാരം പറയുന്നത്, ഈശ്വരന് വേണ്ടി എല്ലാം ത്യജിക്കുന്ന, അല്ലെ എല്ലാം ഈശ്വരന് വേണ്ടി കൊടുക്കുന്ന ഒരു വ്യക്തിക്ക്, പക്ഷെ അത്രയും എല്ലാം ഈശ്വരന് വേണ്ടി കൊടുത്താലും പ്രഭുപാദിന് അത്രയും ആ പൊടി പിടിച്ച ആ ട്രെയിനിലിരുന്നും ആ സിൽവർ പ്ലേറ്റിലിരുന്ന് നല്ല പ്രസാദം കഴിക്കാനായിട്ട് പറ്റും. അപ്പം എല്ലാം ഭഗവാന് വേണ്ടി കൊടുത്താലും ഭഗവാൻ തന്റെ പരിശുദ്ധ ഭക്തനെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും എന്ന് സരസ്വതി മഹാരാജ് ഇതിന്റെ ഉദാഹരണമായിട്ട് പറഞ്ഞു.